ഓം ശാന്തി. പലപ്പോഴും സാഹചര്യങ്ങളെയും മറ്റു വ്യക്തികളെയും കുറ്റം പറയുമ്പോൾ അവർ നമുക്ക് റിസ്ക്കാണ്, അവർ മാറട്ടെ, ഇവർ മാറട്ടെ, എൻ്റെ ഓഫീസിലെ ആൾ മാറട്ടെ, എൻ്റെ വീട്ടിലെ ഈ ബന്ധു മാറട്ടെ, പലരോടും നമ്മൾ മാറാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഏത് അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതെന്നോ എന്തൊക്കെയാണ് അവരുടെ വിഷമങ്ങളെന്നോ പലപ്പോഴും അറിയാതെയാണ് പലരും മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഒരു ചെറിയ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ട്രെയിനിൽ ഒരച്ഛൻ തൻ്റെ 3 കൊച്ചു മക്കളായിട്ട്, ഇളയ കുട്ടിക്ക് 3 വയസ്സ്, അതിന് മേലെ 5 വയസ്സ്, 7 വയസ്സ്, ഈ 3 മക്കളുമായിട്ട് അച്ഛൻ ട്രെയിനിൽ കയറിയിട്ട് ജനലിൻ്റെ അടുത്തൊരു സീറ്റിലിരുന്നു കൊണ്ട് ഏതോ ഒരു ലോകത്ത് ഇയാളങ്ങനെ ഇരിക്കുക. ആ ബോഗിയിൽ തന്നെ വേറെയും കുറേ യാത്രക്കാരൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കുട്ടികൾ ഒരാളിന്ന് പത്രം വായിക്കുന്നുണ്ടായി. അതിലെ ചെറിയ കുട്ടി പോയിട്ട് അയാളുടെ അടുത്ത് മാമ എന്ന് പറഞ്ഞ് വിളിച്ച് അയാളുടെ പത്രം വലിച്ച് കീറി. വേറൊരു കുട്ടി, ഒരു ലേഡി അപ്പുറത്തിരിക്കുന്നുണ്ട്, അവരെ ഹാൻഡ് ബാഗ് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ 3 കുട്ടികളും ട്രെയിനിൽ മുകളിൽ കയറുക, ഇറങ്ങുക, ബഹളം വയ്ക്കുക. ശരിക്കും ആ യാത്രക്കാർക്ക് ആ 3 കുട്ടികളെ കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയായി. അപ്പോൾ അതിലൊരു ലേഡി ഇയാളെ ഒന്ന് തോണ്ടി വിളിച്ച് ചോദിക്കുക. ഇയാളാണെങ്കിൽ ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ പുറത്തേക്ക് കണ്ണ് നട്ട് ഇങ്ങനെ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുക. അപ്പോൾ അതിൽ ഒരു ലേഡി ഇയാളെ തട്ടി വിളിച്ച് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങളുടെ 3 മക്കളെ ഒന്ന് മാനേജ് ചെയ്യാനെങ്കിലും നിങ്ങൾ പഠിക്കണ്ടേ എന്ന്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാനും ആ ഒരൊറ്റ ചിന്തയിലാണ് മാഡം, ഞാൻ എങ്ങനെയാണ് ഈ 3 കുട്ടികളെയും ഞാൻ മാനേജ് ചെയ്യേണ്ടത്? എൻ്റെ വൈഫ് മരിച്ച് നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോയി, ക്രിമേഷനൊക്കെ കഴിഞ്ഞു, ഞാൻ ഓഫീസിൽ പോവുകയാണ്, കുട്ടികളെ പഠനം ഉണ്ട്, എനിക്ക് അവിടെ നിർത്തി വരാനാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് പോവുക, ഈ കുട്ടികളെ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുക? ആ ഒരൊറ്റ ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് കേട്ടതോടെ ആ ബോഗിയിലിരുന്ന് എല്ലാവരുടെയും മനോഭാവം മാറി. ലേഡി വേഗം തൻ്റെ ബാഗ് തുറന്നു, അന്ന് ബിസ്ക്കറ്റ് എടുത്ത് ചെറിയ കുട്ടിക്ക് കൊടുത്തു, കുട്ടികൾക്ക് കൊടുത്തു. വേറൊരാൾ അവരെ കളിപ്പിക്കാൻ തുടങ്ങി. ആ ബോഗിയിലിരിക്കുന്ന എല്ലാവരും ആ കുട്ടികളുടെ വികൃതികളൊക്കെ സ്നേഹവും വാത്സല്യവും കൊണ്ട് മൂടാൻ തുടങ്ങി. അതേ നിമിഷം വരെ ഏത് കുട്ടികളെല്ലാവർക്കും ശല്യമായി തോന്നിയോ, ആ നിമിഷം മുതൽ ആ കുട്ടികളെല്ലാവർക്കും സ്നേഹം വിളമ്പാനുള്ളതായിരിക്കുന്ന സ്നേഹഭാജനങ്ങളായിട്ട് മാറി. ഒരൊറ്റ ഇൻഫർമേഷൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ കുറ്റം പറയും മുന്നേ, അവർ മാറിയില്ല, അവർ ചെയ്തിട്ടില്ല, അവരങ്ങനെ, ഇവരിങ്ങനെ, ഇവരെ കൊണ്ട് എനിക്ക് പ്രശ്നം, അവരെ കൊണ്ട് എനിക്ക് പ്രശ്നം എന്ന് പറയും മുന്നേ പറയും, നിങ്ങൾ അവരുടെ ഷൂസിൽ നിന്ന് അവരെ ഒന്ന് ചിന്തിക്കൂ. അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അവർ മാറാത്തതൊരു പക്ഷേ അവരുടെ കുറവ് കൊണ്ടായിരിക്കില്ല, അവർക്ക് പറ്റാത്തത് കൊണ്ടാവും. അതുകൊണ്ട് ഒരാളെ കുറ്റം പറയും മുന്നേ, ഒരാളെ ചൂണ്ടിക്കാണിക്കും മുന്നേ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പഠിക്കാൻ തീരുമാനിച്ചാൽ ഒരൊറ്റ ചിന്ത ഒരു പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറ്റിയേക്കും. ഒരൊറ്റ ഇൻഫർമേഷൻ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റും. കാഴ്ചപ്പാട് മാറ്റിയ കാര്യങ്ങൾ മാറും, അനുഭവങ്ങൾ മാറും. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തും മുന്നേ സ്വയം നമ്മളോട് ഇത് ചെയ്യും മുന്നേ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നറിയട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആ ഒരൊറ്റ മെസ്സേജ് ഒരു പക്ഷേ നിങ്ങളെ മൊത്തം മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് നമ്മളായിട്ട് ആർക്കും ദുഃഖം കൊടുക്കരുത്. ഒരാളുടെ ദുഃഖമില്ലാതാക്കാൻ കാരണയാകാവൂ. ആരെയും കുറ്റപ്പെടുത്തും മുന്നേ, ഒരാളുടെ മേലെ വിരൽ ചൂണ്ടും മുന്നേ ആ കാര്യം അറിയാനുള്ളൊരു മനോഭാവം തീർച്ചയായിട്ടും കാണിക്കണം. അങ്ങനെ എല്ലാവർക്കും സുഖം കൊടുക്കാൻ ആധാരമാകട്ടെ നിങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.